അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രാവിലെ ഒരു ട്രിപ്പ് പോവാണ് ഗൈസ്. 1 മണിക്കൂറും 13 മിനിറ്റും ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു സ്കോർ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങോട്ടാണ് രാവിലെ പോകുന്നതെന്ന്. ഓക്കെ, വണ്ടി കുറേ നേരം ഒരു സ്ഥലം എത്തുന്നില്ല ഗൈസ്. ഭയങ്കര പോസ്റ്റ്. ഇതേ പിന്നെയും കാണിക്കുന്നത് 48 മിനിറ്റ്. പോസ്റ്റ് അയക്കുമ്പോൾ ദേ പോകുന്നൊരു ഷിഫ്റ്റ്. ഇത് കണ്ടാലറിയില്ല എറണാകുളം അരൂർ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടിയാണ്. അറിയില്ല, അഴുക്കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ദേ നമ്മൾ തോട്ടപ്പള്ളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ദേ നമ്മളിനി അവിടെ എത്തിയിട്ട് എന്താ പരിപാടീസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ദേ ഗൂഗിൾ മാപ്പ് കാണിച്ച ലൊക്കേഷൻ ഇത് നശിച്ചു പോന്നി. സത്യത്തിൽ ഈ ഓഡിറ്റോറിയം കാണിക്കാനാണ് ഗൂഗിൾ മാപ്പിനോട് പറഞ്ഞത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിച്ച ഒരു കാടും ഒരു വീടും. എന്തോ ഭാഗത്തിന് അവിടെ വരുമ്പോൾ ടേബിൾ ഇടുന്നില്ല. ടേബിളൊക്കെ ആരും ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ എന്നെ നേരത്തെ ക്ലാസ് എടുത്തെന്നറിയാമോ, സദ്യക്ക് ഓരോ ഏരിയയിലും വിളമ്പുന്ന ഓരോ സ്റ്റൈലാണ്. ഞങ്ങളിവിടെ ചോറ്, സാമ്പാർ, പുളിശ്ശേരി എന്ന ഓർഡറാണ് ഞങ്ങളിവിടെ. അപ്പോൾ ചില സ്ഥലത്ത് ചോറ്, പരിപ്പ്, സാമ്പാർ, അതിനുശേഷം പായസം കൊടുക്കും. മനസ്സിലായോ? ഇതാണ് നേരത്തെ ക്ലാസ് എടുത്ത സാറ് അരുൺദാസ് കൊല്ലം ADK. ഇനി നമുക്ക് വന്ന പണി തുടങ്ങാം. നമ്മൾ വന്നത് കാറ്ററിംഗ് പണിക്കാണല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ തൊടുകറീസ് വന്ന് നോക്കിയോ, ഒരുപാട് തൊടുകറീസ് ഉണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യല്ല, ഇത് വേറെ ഓർഡർ ആയതുകൊണ്ട് നമ്മൾ പഠിച്ച സിലബസ് ഒന്നും അല്ല. അതും ഇച്ചിരി ടഫാണ് വിളമ്പാനെന്ന്. ഞങ്ങളെല്ലാവരും പ്രൊഫഷണൽ ആയതുകൊണ്ട് പടപടേന്ന് പറഞ്ഞ് ഫുഡ് സെറ്റാക്കി കേട്ടോ. അതെ, ഇവനാണ് പ്രശ്നക്കാരൻ. പപ്പടം ഞങ്ങളതുകൊണ്ട് 2 വെച്ചു. മനസ്സിലായ? അപ്പോൾ ഫ്രണ്ട്സ്, 2 പപ്പടം വെച്ച് എന്താ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ 3 പായസമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് 2 പപ്പടം വെച്ചത്. അപ്പോൾ അതേ ആൾക്കാർ വന്നു. 2ാമത്തെ പന്തി കഴിഞ്ഞ് 3ാമത്തെ പന്തി. സമയം പോകുന്നു, പണിയെടുക്കണം. കോപ്പ്. അപ്പോൾ ഗൈസ് വിശപ്പിൻ്റെ വെളി വന്നുകൊണ്ട് ഇനി ഞങ്ങൾക്ക് കാറ്ററിംഗ് ബോയ്സിന് മാത്രം ഞങ്ങൾ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ അപ്പോൾ ദേ ഷാഡ് അവിടെ കള്ളപ്പണി എടുത്ത് വിഷമിച്ച് എല്ലാവർക്കും ഉമ്മ കൊടുക്കുന്നു ഗൈസ്. നമ്മുടെ ചാൻസാണ്. അപ്പോൾ ദേ ഇനി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ തൊടുകറി കാണുമ്പോൾ തന്നെ വയറു പറയും. ഇതാണ് നമ്മുടെ സദ്യ. ഇവനാണ് നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ. ചെമ്മീൻ അല്ല, മക്രോണി. അപ്പം കാണുമ്പോൾ നമുക്കൊരു ചെമ്മീൻ ലുക്ക് തോന്നും. അപ്പോൾ അതേ ആദ്യം തന്നെ പരിപ്പ് വന്നു കേട്ടോ. അതേ അപ്പോൾ അതേ ആദ്യം പരിപ്പ് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് എന്താ റിവ്യൂ എന്ന് പറയാൻ പറ്റും. അപ്പം പരിപ്പ് മാത്രം കഴിച്ചാൽ എങ്ങനെ റിവ്യൂ പറയും? കുഴപ്പമില്ല. കാര്യം ഞാൻ ഓൾറെഡി ഇവരുടെ സദ്യ എപ്പോഴും കഴിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം സാധനം അടിപൊളിയാണ്. അപ്പോൾ അതേ മക്രോണി മാത്രം ഇട്ടിട്ട് ഞാനൊരു പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മക്രോണി ഇട്ടിട്ട് കൊള്ളാം. അടുത്ത സാമ്പാർ വന്നു. അപ്പോൾ അതേ അബി മക്രോണിയായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അബി ബ്രോ കുറച്ച് മക്രോണി ഇങ്ങോട്ട് വേണം. അപ്പോൾ ബ്രോ ഇച്ചിരി മക്രോണി ഇട്ടു. അപ്പോൾ കൂടുതൽ ഈ മക്രോണി കഴിക്കാൻ പറ്റത്തില്ല, മത്തടിക്കും. അപ്പോൾ അതേ ബോളി വന്നു, പുളിശ്ശേരിയും വന്നു. ഞാൻ നമ്മുടെ ഓർഡറിൽ തന്നെ അയച്ചു, ഇവരുടെ ഓർഡർ പിടിച്ചില്ല. അപ്പോൾ അതേ കുറച്ച് പായസവും കുറച്ച് പപ്പടം കൂടി എടുത്ത് കഴിച്ചു കേട്ടോ. പടപടേന്ന് കഴിച്ചു. അപ്പം ഇത് ഞാൻ ഭയങ്കര ഷുഗർ കട്ട് പിടിക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ 3 പായസം. അപ്പോൾ ചുമ്മാ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. മന്തിക്ക് പെപ്സി പോലെയാണ് സദ്യക്ക് നാരങ്ങ. അപ്പം മത്തടിക്കുമ്പോൾ നമ്മൾ കുറച്ച് നാരങ്ങ എടുക്കുമ്പോൾ ആ മത്തങ്ങ് മാറി കേട്ടോ. അപ്പോൾ അതേ എൻ്റെ ഫുഡൊക്കെ കംപ്ലീറ്റ് ആയി, എഴുന്നേക്കാൻ വയ്യ. അപ്പോൾ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉണ്ടാകാം. ഇറ്റ്സ് മീ ബിച്ചുടി. ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ, കഥം.